ഹായ് ഹലോ നമസ്കാരം. എല്ലാവർക്കും അഗ്രി സിഗ്നേച്ചറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നിപ്പോൾ നമ്മൾ ചെറിയൊരു ട്രിപ്പിലാണ്. ഇന്നത്തെ പ്രത്യേകത എന്ന് വെച്ചാൽ ഇന്ന് ഏപ്രിൽ 9 ഏറ്റവും നമ്മുടെ ജനങ്ങൾ സാധാരണക്കാരായിട്ടുള്ള ജനങ്ങൾ ഇത് രാജാക്കന്മാരായിട്ടുള്ള ഒരേ ഒരു ദിവസമാണ്. അപ്പോൾ നമ്മുടെ ഇലക്ഷൻ രാവിലെ 7 മണിക്കായിരുന്നു. 7 മണിക്ക് പോയി വോട്ടിട്ടിട്ട് ചെറിയൊരു ട്രിപ്പ് പ്ലാൻ ചെയ്ത് ഇറങ്ങിയതാണ്. ട്രിപ്പ് പ്ലാൻ ചെയ്തിട്ട് ഒരു ഏകദേശം 1 മാസമായി. അപ്പോൾ ഇന്ന് നമ്മുടെ എല്ലാവരെയും ജോലിയുടെ ലീവും കാര്യങ്ങളെല്ലാം ഒരുമിച്ച് വന്നു. ലീവ് എടുത്തിട്ട് നമ്മൾ ചെറിയൊരു മൂന്നാർ ട്രിപ്പിലാണ്. അപ്പോൾ നമ്മൾ പോകുന്ന വഴിക്ക് പൊന്തംപുഴ എന്ന് പറയുന്ന ഒരു ഏകദേശം ഒരു 10-15 കിലോമീറ്ററിനടുത്തുള്ള പൊന്തംപുഴ എന്ന് പറയുന്ന ഒരു വനത്തിലാണുള്ളത്. ഇനി നമ്മൾ ഇവിടെ നിന്ന് ഏകദേശം ഒരു 190 കിലോമീറ്റർ അടുപ്പിച്ച് മൂന്നാറുണ്ട്. അപ്പോൾ നമ്മൾ ഓൾറെഡി അവിടെ നിന്ന് റൂമൊക്കെ ബുക്ക് ചെയ്തിട്ടാണ് പോയത്. അത് നമ്മൾ തുറന്ന് വീഡിയോയിൽ കാണിക്കാം. മൂന്നാറിൽ നമുക്ക് കുറച്ച് ദൂരങ്ങളുണ്ട്. കാന്തല്ലൂർ എന്ന് പറഞ്ഞ സ്ഥലത്താണ് നമ്മൾ റൂം ബുക്ക് ചെയ്തിരിക്കുന്നത്. അപ്പോൾ സ്വിമ്മിംഗ് പൂളൊക്കെ ഉള്ള ഒരു ഹൈ സെറ്റപ്പിലുള്ള റൂം എന്നാണ് വിജയേട്ടൻ പറഞ്ഞിട്ടുള്ളത്. പോയിട്ടുണ്ട്. നമ്മളവിടെ പോയിട്ട് അവിടെ കുറച്ച് കറങ്ങാനുള്ള ഒരു 2-3 ദിവസം കറങ്ങാനുള്ള ഒരു പ്ലാൻ ഫിക്സ് ചെയ്തിട്ടാണ് പോകുന്നത്. അപ്പോൾ എന്തായാലും അവിടുത്തെ കാഴ്ചകളും വിശേഷങ്ങളും എല്ലാം തുടർന്ന് നമുക്ക് വീഡിയോയിലൂടെ കാണാം. നമ്മൾ ട്രിവാൻഡ്രത്തു നിന്ന് രാവിലെ ഒരു വീട്ടിൽ നിന്ന് എത്ര മണിക്കാണ് തിരിച്ചത്? ഒരു 8 മണിയൊക്കെ കഴിഞ്ഞപ്പോൾ നമ്മൾ തിരിച്ചാണ്. ഇപ്പോൾ ഏകദേശം 12 മണി അടുപ്പിച്ചാവുന്നു. നമ്മുടെ മണിമലയ്ക്ക് ഇവിടുന്ന് ഒരു 7 കിലോമീറ്ററാണുള്ളത്. ഈ പൊന്തംപുഴ എന്ന് പറയുന്ന ഒരു വനപ്രദേശത്താണല്ലോ, കുറച്ച് ഭാഗം ഒരു വനം പോലെ ഉള്ള ഒരു ഏരിയ ആണ് ഇവിടെ ഉള്ളത്. അപ്പോൾ ഞാനും വൈഫും പിന്നെ മോനും വിജയശേഖരനും വൈഫും അച്ഛനും മോനും ഉണ്ട്. അപ്പോൾ നമ്മൾ കുറച്ച് വീഡിയോസും കാര്യങ്ങളൊക്കെ എടുക്കാനായിട്ട് നിർത്തിയാണ്. നമ്മൾ ഏകദേശം ഒരു 7 മണി അടുപ്പിച്ചാവും അങ്ങ് നമ്മൾ റൂം എടുത്ത സ്ഥലത്തെത്താനായിട്ട്. നമ്മുടെ എല്ലാ ഫാമിലി ട്രിപ്പും സാധാരണ നമ്മൾ വൈകിട്ട് ഒരു 3 മണി കണക്കിനാണ് ഇറങ്ങുന്നത് അല്ലേ? സാധാരണ അങ്ങനെയാണ്. പക്ഷേ നമ്മൾ ഇന്ന് ഇറങ്ങിയത് നമ്മുടെ ഓട്ട് മിസ്സാവാതിരിക്കാൻ ഇറങ്ങി. മെയിനായിട്ട് അതാണ് മെയിൻ സംഭവം. അല്ലെങ്കിൽ നമ്മൾ ഇന്നലെ ഇറങ്ങിയത്. പിന്നല്ല, നമ്മുടെ ഒരു ദിവസം നമ്മൾ ഫുള്ള് നൈറ്റ് ഡ്രൈവ് ചെയ്താണ് നമ്മൾ നോർമലി എത്തുന്നത് അല്ലേ? ഇന്ന് മാത്രം നമ്മൾ രാവിലെ ഇറങ്ങി. നമ്മുടെ കേരളത്തിൻ്റെ 5 വർഷത്തെ ഇനിയുള്ള ഒരു 5 വർഷത്തെ യാത്രയുടെ ഒരു തീരുമാനമാണ് ഇന്നറിയുന്നത്. അതുകൊണ്ട് നമ്മളിന്നൊരു യാത്ര പോവുകയാണല്ലേ. രാവിലെ വോട്ട് ചെയ്യാൻ പോയി. ചേട്ടാ വോട്ട് ചെയ്യാൻ പോയിട്ട് തിരക്കുണ്ടായിരുന്നു. നല്ല തിരക്കുണ്ടായിരുന്നു. സാധാരണ ഞാൻ വിചാരിച്ചെന്ന് വെച്ചാൽ വലിയ തിരക്കൊന്നും കാണത്തില്ല എന്നാണ് വിചാരിച്ചത്. പക്ഷെ ചെന്നപ്പോൾ നല്ല തിരക്കായിരുന്നു. നിങ്ങൾ വോട്ട് ചെയ്യാൻ പോയോ? രണ്ടുപേരും പോയോ? വോട്ട് ചെയ്തോ? ഒരു 3:30 ആയിട്ടുണ്ട്. ഏകദേശം നേര്യമംഗലത്തിനൊരു 3 കിലോമീറ്റർ അടുപ്പിച്ചാണ് ഇനിയിപ്പോൾ ഉള്ളത്. കുറച്ച് നല്ല വെയിലുണ്ട്, എന്നാലും നമ്മൾ കുറച്ച് കുന്നും മലയൊക്കെ കണ്ടപ്പോൾ നിർത്തിയാണ്. ഇനിയിപ്പോൾ ഏകദേശം ഒരു 100 കിലോമീറ്റർ അടുപ്പിച്ചുണ്ട് നമ്മൾ കാന്തല്ലൂർ എത്താനായിട്ട്. ഓൾറെഡി അവിടെ നമ്മൾ റൂമൊക്കെ ബുക്ക് ചെയ്തിട്ട് എല്ലാം വിളിച്ച് പറഞ്ഞ് സെറ്റാക്കിയിട്ടുള്ളത് കുഴപ്പമില്ല. അതുകൊണ്ട് കുറച്ച് നൈറ്റ് ആയാലും പ്രശ്നമില്ല, എല്ലാം ഓൾറെഡി ബുക്കാണ്. നമ്മൾ വരുന്ന വഴിക്ക് ഒരു 2 കിലോമീറ്റർ മുമ്പായിട്ട് ഫുഡ് കഴിക്കാൻ നിർത്തിയായിരുന്നു. കപ്പ ബിരിയാണിയാണ് കഴിച്ചത്. അത്യാവശ്യം നല്ല ഫുഡൊക്കെ ആയിരുന്നു.
ഇപ്പം നമ്മൾ മൂന്നാർ കഴിഞ്ഞിട്ട് കുറച്ച് ദൂരം ഇങ്ങോട്ട് ആയി. നമ്മൾ മൂന്നാറിൽ വലുതായിട്ട് നിർത്തിയില്ല, ഒരു ജാക്കറ്റ് വാങ്ങാൻ വേണ്ടി നിർത്തിയതേ ഉള്ളൂ. അത് കഴിഞ്ഞിട്ട് നമ്മൾ അവിടെ നിന്ന് ഇങ്ങോട്ട് വന്നു. ഇനി ഒരു ഏകദേശം ഒരു 20 കിലോമീറ്റർ കൊണ്ടിട്ട് നമ്മൾ ബുക്ക് ചെയ്ത റിസോർട്ടിലേക്ക് എത്താനായിട്ട്. മൂന്നാർ ആയപ്പോഴേ നമുക്ക് അത്യാവശ്യം കോടയും നല്ല തണുപ്പുള്ള ഒരു കണ്ടീഷനൊക്കെ കിട്ടി തുടങ്ങി. ചേട്ടാ, നമുക്കേ ട്രിവാൻഡ്രത്തുനിന്ന് ആ ചൂടുള്ള ആ സ്ഥലത്ത് ഇത്രയും നല്ല ഇപ്പോൾ അവിടുത്തെ ചൂടും കാര്യങ്ങളെല്ലാം അറിയാമല്ലോ. പിന്നെ അവിടെ നിന്ന് ഇങ്ങോട്ട് വന്നപ്പോൾ എന്താണ് ഇങ്ങോട്ട് വന്നപ്പോൾ നിനക്ക് തന്നെ അറിഞ്ഞൂടെ, നമ്മൾ മാക്സിമം AC സ്പീഡിലിട്ടാണ് വന്നത്. അത്യാവശ്യം നല്ല ചൂടായിരുന്നു. AC ഇടാതെ വരാൻ പറ്റത്തില്ല, ആ രീതിക്കുള്ള ചൂടായിരുന്നു, നല്ല ചൂടായിരുന്നു. അങ്ങനെ പക്ഷേ ഇങ്ങോട്ട് വന്ന സമയത്ത് അടിമാലിയൊക്കെ കഴിഞ്ഞപ്പോൾ ഇവിടെ ചെറുതായിട്ട് മഴ നേരത്തെ പെയ്തിട്ടുണ്ടായിരുന്നു, ഇപ്പോൾ അത് പെയ്യുന്നുണ്ട്. അപ്പോൾ അടിമാലിയെ കഴിഞ്ഞപ്പോൾ ചെറുതായിട്ട് മഴ പെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് അങ്ങനെ സ്പ്രേ ചെയ്യുന്ന രീതിയിലൊക്കെ കിട്ടിയുള്ളൂ, അങ്ങനെ വലിയ മഴ എന്നുള്ള രീതിയിൽ നമുക്ക് കിട്ടിയില്ല. നനഞ്ഞു കിടക്കായിരുന്നു. പക്ഷെ അത് കഴിഞ്ഞ് ഇങ്ങോട്ട് വന്ന സമയത്ത് അത്യാവശ്യം കോട എന്ന് പറഞ്ഞാൽ നല്ല രീതിയിൽ കോട വന്ന് കയറി നിൽക്കുകയാണ്. അതുകൊണ്ട് ഇപ്പോഴും നിങ്ങൾക്ക് നോക്കിയാൽ കാണാൻ പറ്റും, ആ സൈഡ് മൊത്തം കോടയാണ്. ഇനിയിപ്പോൾ ചെറുതായിട്ട് മഴയും കൂടെ പെയ്യുന്നുണ്ട്. ഇനി കുറച്ചുകൂടെ കഴിഞ്ഞാൽ എനിക്കൊന്ന് റോഡൊന്നും കാണാൻ പറ്റത്തില്ല, ആ രീതിക്കുള്ള. നമുക്ക് അങ്ങോട്ട് എത്തണം. പിന്നെ മഴയും പെയ്ത് തുടങ്ങി. പിന്നെ നമുക്ക് താമസിക്കാതെ തന്നെ അങ്ങോട്ടുള്ള യാത്രയിലേക്ക് പോകണം. ഇനി ലേറ്റായി കഴിഞ്ഞാൽ നമുക്ക് റോഡ് താമസിക്കും. ഇപ്പം തന്നെ 8 മണി അടുപ്പിച്ചാണ് കാണിക്കുന്നത്. ഇനി ലേറ്റായാൽ നമുക്ക് ഫുഡ് കഴിക്കണം, വിശക്കുന്നു. അതാണ് മെയിൻ പ്രശ്നം. ഫുഡ് അവിടെ ഓൾറെഡി ചെയ്തിട്ടുണ്ട്, ഓൾറെഡി ബുക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അവർ നമ്മൾ ചെല്ലുന്ന സമയത്ത് ഓൾറെഡി സെറ്റ് ആയിരിക്കും. നമ്മളവിടെ എത്തേണ്ടത് ഒരു താമസം, അത്രേ ഉള്ളൂ. പിന്നെ അവിടുത്തെ കാഴ്ചകളും കൂടെ ഇന്നത്തെ വീഡിയോയിലുണ്ടാവും. നമുക്ക് പോവാം, അങ്ങോട്ട് പോവാം. ഇനി മഴയും ചെയ്ത് അവസാനം റിസോർട്ടിലെത്തി. കുറച്ച് ഇരുട്ടായി പോയി. കുറച്ച് വ്യക്തതയുള്ള വീഡിയോസൊക്കെ നാളെ രാവിലെ നമുക്ക് കാണിക്കാം. ഇന്ന് ഉണ്ടായിരുന്നു 40 ക്യാൻസൽ ചെയ്തിരിക്കുന്നു. ഇല്ല, ചാട് അടിപൊളിയല്ലേ? പിന്നെ അടിപൊളി. ഇവിടുന്ന് നല്ല വ്യൂ ആണ്. രാവിലെ അല്ലേ? ഇപ്പോൾ രാത്രി ആയതുകൊണ്ട് നമുക്ക് ഫുൾ ഇരുട്ടും ഈ ലൈറ്റിൻ്റെ ഒരു സംഭവം മാത്രമേ കാണാൻ പറ്റുള്ളൂ. രാവിലെ ആയിട്ട് നമുക്ക് ഫുൾ വ്യൂ ഒന്നുകൂടെ കാണാം. ചേട്ടാ, നമ്മൾ ഇവിടുത്തെ റേറ്റ് എത്രയായിരുന്നു? ഒരാൾക്ക് 1700 അല്ലേ? 1700 പെർ ഹെഡ് വിത്ത് 2 നേരം ഫുഡ്, രാവിലെയും രാത്രി. നമ്മളിവിടെ നമുക്ക് ഇപ്പോൾ കിട്ടാൻ പോകുന്ന വെച്ചാൽ ഇന്ന് നൈറ്റ് കിട്ടും, ഇത് നമ്മൾ നാളെ രാവിലെ. നാളെ നമുക്ക് രാവിലെ പിന്നെ ഉച്ചയ്ക്ക് വേണമെങ്കിൽ അവർ സെറ്റ് ചെയ്ത് തരും. നമ്മളിവിടെ കോൺടാക്ട് ചെയ്യേണ്ട നമ്പർ കാര്യങ്ങളെല്ലാം സ്ക്രീനിൽ കൊടുത്തേക്കാം, സ്ക്രീനിലും ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. ലെമൺ ഗ്രാസ് എന്നാണ് റിസോർട്ടിൻ്റെ പേര്. സ്വിമ്മിംഗ് പൂളൊക്കെ ഉണ്ട്. രാവിലെ കുറച്ച് കാഴ്ചകളും കൂടെ ബാക്കി കാണാം. നമുക്കിപ്പം ഫുള്ളായിട്ട് ഇവിടുത്തെ വ്യൂവും കാര്യങ്ങളൊന്നും കിട്ടില്ല, ഫുള്ള് ഇരുട്ടാണ്. ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. അപ്പോൾ നമ്മൾ ഇന്നലെ രാത്രി എത്തിയിട്ട് സ്റ്റേ ചെയ്ത റിസോർട്ടിൻ്റെ ഫ്രണ്ടിൽ നിന്നുള്ളൊരു വ്യൂ ആണ്. ഫ്രണ്ടിൽ നല്ല ഒരു അടിപൊളി വ്യൂ ആണ്. നൈറ്റ് ആയതുകൊണ്ട് ഇന്നലെ ഈ മലയും ഈ കാടൊന്നും കാണാൻ പറ്റിയില്ല. നമ്മുടെ റിസോർട്ടിൻ്റെ പേര് ലെമൺ ഗ്രാസ് എന്നാണ് പേര്. അപ്പോൾ ഇതാണ് ഫ്രണ്ടിൽ നിന്നുള്ള രാവിലത്തെ ഒരു വ്യൂ. നമ്മൾ രാവിലെ ഒരു 5 മണിയാകുമ്പം തന്നെ നമ്മൾ വനത്തിൽ നിന്നുള്ള പക്ഷികളുടെയൊക്കെ ഒരു സൗണ്ട് ഉണ്ടല്ലോ, അതിങ്ങനെ കേട്ടുകൊണ്ടിരിക്കുന്നു. ഇപ്പോഴും ആ സൗണ്ട് അതുപോലെ തന്നെ കേൾക്കുന്നുണ്ട്. അത്യാവശ്യം തണുപ്പും ഉണ്ട്, വെള്ളത്തിലൊക്കെ നല്ല തണുപ്പുണ്ട്. ഇതാണ് സ്വിമ്മിംഗ് പൂൾ ഉണ്ടായിരുന്നത്. ഇവിടുത്തെ കോൺടാക്ട് നമ്പറും ഡീറ്റെയിൽസും എല്ലാം ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. സ്വിമ്മിംഗ് പൂളുണ്ട്, നമുക്ക് എത്ര ലേറ്റ് ആയാലും സ്വിമ്മിംഗ് പൂളിൽ ഇറങ്ങാം. പക്ഷേ വെള്ളത്തിനൊരു തണുപ്പുണ്ടാവും നൈറ്റ് ആകുമ്പോഴത്തേനൊക്കെ. നമ്മൾ ഏകദേശം ഒരു 11 മണി വരെ സ്വിമ്മിംഗ് പൂളിലുണ്ടായിരുന്നു. പിന്നെ ഇതിനകത്ത് ക്യാമ്പ് ഫയർ എല്ലാം അവർ സെറ്റ് ചെയ്ത് തരും. ഇവിടെ ഈ റിസോർട്ടിൽ 2 പട്ടികളുണ്ട്, 2 ലാബാണ്. പിന്നെ നമ്മൾ വണ്ടി താഴെയാണ് ഇടുന്നത്, അതായത് ഇവിടെ നിന്ന് കുറച്ച് ഇങ്ങോട്ട് താഴെ നിന്ന് ഇങ്ങോട്ട് മുകളിലോട്ട് വരാനായിട്ട് കുറച്ച് കയറ്റമുണ്ട്. അപ്പോൾ നമ്മുടെ കാറ് കയറാനൊക്കെ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും.
അപ്പോൾ നമ്മൾ വണ്ടി താഴെ ഇട്ടതിന് ശേഷം ഈ നമ്മൾ നടന്നു വന്നപ്പോൾ പട്ടികൾ ഭയങ്കര കുറയായിരുന്നു. അങ്ങനെ നമ്മൾ കുറേ നേരം അവിടെ വെയിറ്റ് ചെയ്യുന്നു, പട്ടി കടിക്കുമെന്നാണ് വിചാരിച്ചത്. പക്ഷേ നമ്മളിവിടെ കയറി വന്നതിന് ശേഷം അവർ ഭയങ്കര കമ്പനിയാണ്. ഇത്രയും കമ്പനിയാണ് അത്. നമ്മളപ്പോൾ രാവിലെ എല്ലാവരും റെഡിയായിട്ട് ഇറങ്ങിയിട്ടുണ്ട്. നമ്മളടുത്തൊരു ചെറിയൊരു ട്രക്കിംഗ് പോലെ ഒരു ജീപ്പ് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ജീപ്പിന് 2500 രൂപയാണ് ഒരു ജീപ്പിന് റേറ്റ് വരുന്നത്. അപ്പോൾ പരിചയമുള്ള ഒരാൾ ഇവിടെ ഉണ്ടായിരുന്നു, നമ്മൾ വിജേഷാൻ്റെ പരിചയമുള്ള ഒരു ജീപ്പ് ചേട്ടൻ ഇവിടെ ഉണ്ടായിരുന്നു. പുള്ളിയെ വിളിച്ച് ഓൾറെഡി നമ്മളെല്ലാ കാര്യങ്ങളെല്ലാം സെറ്റ് ചെയ്ത് ബുക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അതിന് വേണ്ടിയിട്ട് പോവുകയാണ്. അതായത് നമ്മുടെ കാറ് കയറി പോകാത്ത ചില സ്ഥലങ്ങൾ നമ്മൾ അതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടെന്നാണ് പറയുന്നത്. ഇനി നമ്മൾ പോയി നോക്കിയാലേ അറിയാവുള്ളൂ ഏതൊക്കെയാണ് സ്ഥലങ്ങളുള്ളത് എന്നൊക്കെ ഉള്ളത്. പിന്നെ ഒരു കാര്യം പറയാനുള്ളത്, നമ്മൾ ഇന്നലെ സ്റ്റേ ചെയ്ത റിസോർട്ട് ഇതാണ്. ഇതിനകത്തൊരു 5 റൂമുണ്ട്. നമ്മുടെ ഇങ്ങനത്തെ റൂമിലായിരുന്നു. അപ്പോൾ ഇതിൻ്റെ മുകളിൽ ഒരു സംഭവം മേൽക്കൂരയായിട്ട് ചെയ്തിരിക്കുന്നത് നമ്മുടെ ഈ കാട്ടിനകത്ത് കാണുന്ന പുല്ല് വെട്ടി ഉണക്കിയാണ് ഇത് ചെയ്തിരിക്കുന്നത്. അതായത് വെള്ളമൊന്നും ഇറങ്ങില്ല. ഇതിൻ്റെ അടിയിലുള്ള ലെയർ വന്നിട്ട് ഇവർ വാർണിഷൊക്കെ അടിച്ച് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് നമ്മൾ ഇളക്കേണ്ട ആവശ്യമില്ല. അതിൻ്റെ മുകളിലത്തെ ലെയർ മാത്രമാണ് 2 വർഷത്തിലൊരിക്കലും ഇത് ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതിൽ വെള്ളം ചോർച്ച് അങ്ങനെയുള്ള സംഭവങ്ങളൊന്നുമില്ല. നമ്മുടെ ഊരിലുള്ള, അതായത് ആദിവാസി കുടിയിൽ നിന്നുള്ള ആൾക്കാരാണിത് ഇങ്ങനെ മേഞ്ഞ് സെറ്റ് ചെയ്യുന്നതാണ് പറഞ്ഞത്. ഇത് കണ്ടോ, പുല്ലാണ് ഉണങ്ങി കണ്ടോ, ഒടിഞ്ഞു വരും. അതാ കണ്ടോ, ഇത് 2 വർഷത്തിലൊരിക്കലാണ് ഇതിൻ്റെ പുറത്തുള്ള ഒരു ലെയർ ചേഞ്ച് ചെയ്യുന്നതാണ് പറഞ്ഞത്. അതുപോലെ ഇതിൻ്റെ ഇടയ്ക്ക് ഷീറ്റോ കാര്യങ്ങളോ അങ്ങനെ ഒന്നും തന്നെയല്ല. ഇത് മാത്രം, പുല്ല് മാത്രമാണ് ഇതിൻ്റെ മേൽക്കൂരായിട്ട് ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഇവിടുന്ന് തൽക്കാലം ഇറങ്ങിയാണ്. രാവിലെ ഇവിടുന്ന് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ഇവർ അറേഞ്ച് ചെയ്ത് തരും. അപ്പോൾ അത് കഴിച്ചിട്ട് നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ ജീപ്പ് സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു സവാരിയും കാര്യങ്ങളായിട്ട് നമ്മൾ ഇവിടുന്ന് പോവുകയാണ്. നമ്മൾ ഇവിടുന്ന് കാന്തല്ലൂർ വരെ നമ്മുടെ വണ്ടി കൊണ്ടിട്ടിട്ട് അവിടെ നിന്നാണ് ജീപ്പ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. നമ്മുടെ ട്രിവാൻഡ്രത്തുനിന്ന് ഇതുവരെയുള്ള യാത്രയും ഇവിടുത്തെ നമ്മുടെ റിസോർട്ടിലെ കാര്യങ്ങളും ഡീറ്റെയിൽസും എല്ലാം കാണിച്ചിട്ടുള്ള വീഡിയോ, ഈ കുഞ്ഞു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക. യാത്ര ചെയ്യാൻ ആഗ്രഹിക്കുന്ന നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കണം. ചേട്ടാ, എങ്ങനെയുണ്ട് വീഡിയോയും നമ്മുടെ ഇവിടുത്തെ ഇങ്ങോട്ടുള്ള യാത്രയും ഇവിടുത്തെ ഒരു അന്തരീക്ഷമൊക്കെ എങ്ങനെയുണ്ട്? ഈ ഒരു സ്ഥലം സജസ്റ്റ് ചെയ്യുന്നത് ഞാനാണ്. എങ്ങനെയുണ്ടായിരുന്നു ഈ സ്ഥലം? എങ്ങനെയുണ്ട്? നീ ആദ്യം പറ. സ്ഥലം അടിപൊളിയാണ്, സൂപ്പറാണ്. നമുക്ക് സ്വിമ്മിംഗ് പൂളും കാര്യങ്ങളും എല്ലാം ഉണ്ട്. പിന്നെ ഫുഡുണ്ട്. 1700 രൂപയ്ക്ക് ഒരാൾക്ക് 1700 രൂപയാണ്. 1700 രൂപയിൽ വരുന്നതെന്ന് വെച്ചാൽ നമുക്ക് സ്റ്റേയും സ്വിമ്മിംഗ് പൂളുണ്ട്, പിന്നെ ഒരു ബ്രേക്ക്ഫാസ്റ്റ്, ഒരു ഡിന്നർ, പിന്നെ നമുക്ക് ഉച്ചയ്ക്കുള്ള ഫുഡൊക്കെ വേണമെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ സെറ്റ് ചെയ്ത് തരും. അതിന് എക്സ്ട്രാ ചാർജ് കൊടുക്കണം. അങ്ങനെയാണ് സെറ്റപ്പ്. എന്തായാലും ഡീറ്റെയിൽസ്, നമ്പറെല്ലാം കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട്. നമ്മൾ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട്, നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ ചേട്ടന്മാരെല്ലാം ഭയങ്കര കമ്പനിയാണ്. നമ്മളെ ഫുഡ് കഴിക്കാൻ വിളിക്കുകയാണ്. ചേട്ടൻ്റെ പേരെങ്ങനെയാണ്? എൻ്റെ പേര് മുരുകനെന്നാണ്. ചേട്ടൻ നമുക്ക് എന്ത് ഹെൽപ്പ് വേണോ ഇവിടെയുള്ള ചേട്ടന്മാർ അറേഞ്ച് ചെയ്ത് തരും. നമ്മൾ നേരത്തെ സെറ്റ് ചെയ്യണമെന്നേ ഉള്ളൂ. അതെ, എല്ലാം നേരത്തെ നമുക്ക് ആ ഫോൺ നമ്പറിൽ വിളിച്ച് പറഞ്ഞാൽ ചേട്ടൻ സെറ്റ് ചെയ്ത് തരും. പൊറോട്ട, ചപ്പാത്തി, சிக்கன் கறி நைட்டுக்கு. காலையில் இட்லி தோசை. அது பின்ன உங்களுக்கு வேணும்னா புட்டு கடலை அந்த ஐட்டம் முன்னுக்கிட்டே சொல்லிடுவோம், நேரത്തെ പറയാം. அதெல்லாம் மினிமம் இது இட்லி தோசை காலையில். புட்டு இடியாப்பம் அந்த ஐட்டங்கள்லாம் வேணும். இடியாப்பம் புட்டு எல்லாம் காலையில் சொல்லிக்கிட்டேன். 2 அதை ரெடி பண்ணி கொடுக்குறேன். ചേട്ടാ 3 വർഷം ആச்சு. ഞാൻ മുമ്പ് വന്നിട്ടുള്ളത് ചേട്ടൻ. நீங்கள் அப்போ
ஆமா நீங்க முந்தி അന്ന് ഒരിക്കൽ ഒരു ഫോറിനർ ആയിട്ട് വന്ന ഓർമ്മയുണ്ടോ? അതെ എനിക്ക് ഓർമ്മ അതെ, ഇഷ്ടംപോലെ ആൾക്കാർ വരുന്നുണ്ട്. ഇപ്പൊ മാധവൻ ചൊല്ലപ്പോ തന്നെ മാധവർക്കെല്ലാം വന്നിരിക്കുക. അതെ അതെ അതെ, മാധവൻ അന്നുണ്ടായിരുന്നു. മാധവ ഇപ്പം പോയി 2-3-5 മാസം ആச்சு. 6 മാസം. ഇപ്പം വണ്ടി ഇത് ആക്ച്വലി നമുക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു, എനിക്ക് ഇഷ്ടപ്പെട്ടു. അപ്പൊ അങ്ങനെയാണ്, അതുകൊണ്ടാണ് ഇവരെയും കൊണ്ടുവന്നത്, ഫാമിലിയും കൊണ്ടുവന്നത്. சரி சரி அது வந்தவங்க தான் அப்படினா வந்துருவாங்க அப்படிங்கிறது தெரியும். അല്ല നിങ്ങളുടെ സർവീസ്, നേരോട്ടെ ചാലിൽ വീരുവാங்க. അല്ല നിങ്ങളുടെ സർവീസ് കൊള്ളാം. അപ്പൊ അതുകൊണ്ടൊക്കെയാണ് മെയിനായിട്ട് തിരിച്ച് വീണ്ടും വന്നത്. പിന്നെ 40 പേര് വന്നിട്ടങ്ങനെ പെരിയ പടാ ഇപ്പൊ. 40 പേരൊക്കെ നിങ്ങൾക്ക് പിന്നെ ഇതിൽ 40 പേര് ആദ്യം ഏപ്രിൽ ഇല്ലാതെ പോലെ 40 പേര് തങ്ങിടുவோம். ഇവിടെ എത്ര രൂപ വേണ്ട? അതെ 4 റൂം, 4 റൂം ഇருக்கு. എല്ലാം ഡബിൾ ബെഡ്റൂം എല്ലാം 16 பேர் கரெக்டாக 16 பேர் தங்கலாம். குறிப்பாயிட்டு வந்தாங்கன்னா அதில் எக்ஸ்ட்ரா பெட்டு போட்டோம்னா அவங்களுக்கு 5-5 பேர். ഇത് എത്ര രൂപയാണ് ഒരാൾക്ക്? അത് 2000 രൂപ. ഇതില് 1700. അതിലും ഈ ഫുഡെല്ലാം വരുമല്ലോ? ഫുഡെല്ലാം ഉണ്ട്. അവിടെ താമസിക്കുന്നതിന് 2000 രൂപ ചാർജ് വരും. ഒരാൾക്ക് 1000. ശരി ശരി. അപ്പോൾ വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാണ്. അടുത്ത നമ്മുടെ യാത്രയുടെ വീഡിയോകൾ കാണാനായിട്ട് സ്റ്റേ ട്യൂൺ.